ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുറേ നാൾക്ക് ശേഷം എനിക്ക് തോന്നുന്നു ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് 6 മന്തിൽ കൂടുതലായി. എനിക്ക് എനിക്ക് വീഡിയോസ് ചെയ്യാനൊന്നും ഒരു മനസ്സേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒട്ടും കോൺഫിഡൻ്റ് ആയിരുന്നില്ല. എന്തിനൊക്കെയോ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം ഗൈസ്. എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാനൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അപ്പം ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് ഇൻഷുറൻസിനെ പറ്റി പറയാനാണ് കേട്ടോ. നമ്മുടെ സ്ലൊവേനിയയിലാണെങ്കിലും ഇനി വേറെ ഏത് അബ്രോഡ് കൺട്രീസ് ആണെങ്കിലും നിങ്ങൾ അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻഷുറൻസ് എടുത്തിരിക്കണം. കാരണം ഇൻ കേസ് നമുക്കൊരു സിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ് കേട്ടോ. നമ്മുടെ ഇൻഷുറൻസിന് വെറുമല്ല 160 euros കൂടുതൽ തന്നെയാണ്. ഞാൻ വെറും 160 euros എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 160 യൂറോയ്ക്ക് ഒരു വിലയില്ലാതായിപ്പോൾ. നമ്മളെല്ലാവരും വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് ആ പൈസ. പക്ഷേ ഒരു സിക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അതിനേക്കാൾ കൂടുതൽ പൈസ പോകും. സോ ഒരു വർഷത്തേക്ക് 160 euros മുടക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. കാരണം ഇപ്പോൾ എന്തെങ്കിലും ഒരു സിക്ക് വന്നാൽ ഇപ്പോൾ ഈവൻ പനി ആയിക്കോട്ടെ, ഒരു പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ തന്നെ 20 euros കുറഞ്ഞത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതൊരു കുഞ്ഞു പനിയാണെങ്കിലാണ് കേട്ടോ. ഇപ്പം ട്രിപ്പൊക്കെ ഇടേണ്ട ഒരു അസുഖമാണെന്നുണ്ടെങ്കിൽ 600 euros വരെ പോകും. ഞാൻ മലബാർ ആകുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പനി പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പം ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം 600 euros ആണ് ബില്ല് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിപ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തില്ലല്ലോ. ഇൻഷുറൻസ് കമ്പനി പോയി ക്ലെയിം ചെയ്തെടുക്കാം. സോറി ഗൈസ്, ഫോണൊന്നും മറിഞ്ഞു വേണതാ. അപ്പം നമുക്കിപ്പം ഇൻഷുറൻസ് കമ്പനിയിൽ പോയി ക്ലെയിം ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എടുക്കുന്ന ഇൻഷുറൻസ് കമ്പനികളെല്ലാം ഉടായ്പകളൊന്നും അല്ല കേട്ടോ. ഇപ്പം ഞാൻ മാരിപ്പോ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് 3-4 വട്ടം സിക്ക് വന്നിട്ടുണ്ട്. എന്തൊക്കെ സിക്ക് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ പോയി എൻ്റെ ബില്ല് കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഹോസ്പിറ്റലിൽ നിന്നുള്ള ബില്ല്, അതുപോലെ തന്നെ ഫാർമസിയിൽ നിന്നുള്ള ബില്ല്. അത് നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 2-3 ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഇപ്പം സ്റ്റുഡൻസിനും വർക്ക് വിസക്കാർക്കും 2 ടൈപ്പ് ഇൻഷുറൻസ് ആണല്ലോ കേട്ടത്. നല്ല ചൂടുണ്ട്. അപ്പം എനിക്കിങ്ങനെ കിതയ്ക്കണം. വേണ്ട, ഇതാണ് സ്റ്റുഡൻസിൻ്റെ ഇൻഷുറൻസ്. അത് നമുക്കൊരു സാധാ ഒരു A4 ഷീറ്റ് പോലാണ് കിട്ടുക. പക്ഷേ വർക്ക് വിസക്കാർക്ക് ഒരു കാർഡായിട്ടായിരിക്കും. രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം സ്റ്റുഡൻസിൻ്റെ ഇൻഷുറൻസ് സ്റ്റുഡൻസ് തന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ പോയി ക്ലെയിം ചെയ്യണം. പക്ഷേ വർക്ക് വിസക്കാർക്ക് ഇവിടുത്തെ ആൾക്കാരുടെ പോലെ തന്നെയാണ്. ആ കാർഡ് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ട് അവർ തന്നെ ഹോസ്പിറ്റലുകാർ തന്നെ ക്ലെയിം ചെയ്തെടുക്കും. ഇപ്പോൾ ഇൻ കേസ് നമുക്ക് ഹോസ്പിറ്റലിലാണ് എമൗണ്ട് ചിലവായെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ടെങ്കിലും എല്ലാം ഒന്നും ഫ്രീ അല്ല കേട്ടോ. ജസ്റ്റ് ഒരു പനിക്ക് ഡോക്ടറിനെ കാണുന്നതിന് ഫീസൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലോ അതിനൊക്കെ ക്യാഷ് കൊടുക്കണം. അപ്പം നമുക്കിപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സീരിയസ് ഇഷ്യൂ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല എമൗണ്ട് ആവും. 200-300 യൂറോയ്ക്കൊക്കെ അകത്ത് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തരുന്ന ആ ബില്ല് വെച്ചിട്ട് നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാം. അത് ചിലപ്പോൾ നമുക്ക് അപ്പം തന്നെ ക്യാഷ് അടയ്ക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അടയ്ക്കാം. ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്ത് കിട്ടിയതിന് ശേഷം നമ്മൾ കൊണ്ട് അടച്ചാൽ മതി. അവർ അതിനുള്ള സമയമൊക്കെ തരും. നമുക്കൊരു ലെറ്ററൊക്കെ വരും. ഇൻ കേസ് നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനെ അടയ്ക്കാതിരിക്കാനും പറ്റത്തൊന്നുമില്ല കേട്ടോ. ഹോസ്പിറ്റലിൽ നിന്നും എനിക്കിപ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയണത്. കാരണം ഇവിടെ വന്നതിന് ശേഷം ഞാൻ കുറേ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട്. മെയിനായിട്ടും ഈ പാർട്ട് ടൈം എടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, നമുക്കൊരു ലാംഗ്വേജിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് നല്ലൊരു ജോലി ഇവിടെ കിട്ടത്തൊന്നുമില്ല. ഡിഷ് വാഷിങ്ങും കിച്ചൺ വർക്കും ഒക്കെ ആയിരിക്കും കൂടുതലും കിട്ടുന്നത്. അപ്പം അങ്ങനെയുള്ള വർക്കൊക്കെ സ്ഥിരമായി എടുക്കുമ്പം നമ്മുടെ ബോഡി തന്നെ വീക്കായി തുടങ്ങും. അതും ഫുൾ ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ. ഞാൻ കഴിഞ്ഞ ഒരു മാസം 2 മാസത്തിന് മുമ്പ് ഫുൾ ഡേ, ഒരു മാസം ഫുള്ള് ഞാൻ 17 hours ആയിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ബോഡി നന്നായിട്ട് വീക്കായിട്ട് ഒരു ജീവനില്ലാത്ത പോലെയായിരുന്നു ഞാൻ നടക്കുന്നത്. അപ്പം അത്രയൊന്നും നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ ശരിക്കും. അതും എന്നെപ്പോലെ ഒട്ടും ആരോഗ്യമില്ലാത്തവർക്കാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. ഇപ്പോഴും 17 hours അല്ലെങ്കിൽ കൂടി നല്ല ചൂടുണ്ട്. എനിക്ക് ഇനി ഫാനുണ്ട്, പക്ഷേ സൗണ്ട് വരുന്നത് കൊണ്ടാണ് ഗൈസ് ഞാനത് ഓണാക്കാത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ പാർട്ട് ടൈം ജോലി ചെയ്യുമ്പം നമുക്ക് സിക്ക് വരും. സോ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കാതിരിക്കരുത്. നമുക്ക് സിക്കൊന്നും വരില്ല അങ്ങനൊന്നും പറഞ്ഞിരിക്കരുത് കേട്ടോ. സിക്കൊക്കെ യാദൃച്ഛികമായി വരുന്നൊരു സംഭവമാണ്. അപ്പം
ആ സമയത്ത് നമുക്ക് ഇൻഷുറൻസ് എടുത്താൽ എനിക്കൊന്ന് 1 ഡേ കഴിഞ്ഞ് അത് ആക്റ്റീവ് ആകത്തുള്ളൂ. കാരണം എനിക്ക് 2 ആഴ്ച മുമ്പ് ഒരു നല്ല വയ്യാതായിട്ടുണ്ടായിരുന്നു, നല്ല സിക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഇൻഷുറൻസ് ഏപ്രിലിൽ എക്സ്പയർഡ് ആയി. ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വിസയ്ക്ക് കൊടുക്കുമ്പം ഇൻഷുറൻസ് എടുക്കാമല്ലോ എന്ന്. പക്ഷേ എനിക്ക് നല്ല രീതിയിൽ സിക്കായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല. കാരണം നല്ല എമൗണ്ട് ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. നല്ല ബാക്ക് പെയിൻ വന്നിട്ട്, പക്ഷേ ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പോയി ഇൻഷുറൻസ്. അന്ന് ഹോളിഡേയ്സും അങ്ങനത്തെയൊക്കെ ദിവസം അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. പക്ഷേ വർക്കിംഗ് ഡേ വന്നപ്പോൾ തന്നെ ഞാൻ പോയി ഇൻഷുറൻസ് ഒക്കെ എടുത്തു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ സിക്ക് എപ്പോഴാണ് വരുന്നതെന്ന് പറയാനൊന്നും പറ്റില്ല. സോ ഇൻഷുറൻസ് ഒക്കെ എടുത്ത് വെക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഇൻഷുറൻസിൻ്റെ ഞാൻ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. നമ്മൾ 160 യൂറോ കൊടുത്തിട്ടാണ് സ്റ്റുഡൻസ്. വർക്ക് വിസക്കാർക്ക് എനിക്ക് തോന്നുന്നു അതിനെപ്പറ്റി എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. ഞാനത് തിരക്കിയിട്ട് വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് 160 യൂറോസാണ് സ്റ്റുഡൻസിന് ഒരു വർഷത്തേക്കുള്ള ഇൻഷുറൻസിൻ്റെ എമൗണ്ട് വരുന്നത്. അപ്പം 30,000 യൂറോ നമുക്ക് അതിനകത്തുനിന്ന് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ അതൊരു ആക്സിഡൻറ്റിനൊന്നും പറ്റില്ല. എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ നമുക്കതിൻ്റെ സിക്ക് അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റൂ. ആക്സിഡൻറ്റ് അങ്ങനെയുള്ള സംഭവത്തിലൊന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇനി ആക്സിഡൻറ്റ് വേറെ ഉണ്ട് കേട്ടോ. അത് പക്ഷേ എക്സ്ട്രാ എമൗണ്ട് കൊടുക്കണം. നമ്മൾ 34 യൂറോസ് അതും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതും ആക്സിഡൻറ്റ് ഇൻഷുറൻസ് ഫോർ സ്റ്റുഡൻസ്. അത് ഒരു വർഷത്തേക്കാണ്. അത് നമുക്ക് വേൾഡ് വൈഡ് ആകട്ടെ. ഇപ്പം ഇൻ കേസ് നമ്മൾ സ്ലൊവേനിയയിലാണ് ഇൻഷുറൻസ് എടുക്കുന്നതെങ്കിലും നമ്മൾ ഈ ലോകത്ത് എവിടെ പോയിട്ട് ഈ ആക്സിഡൻറ്റ് ഉണ്ടായെങ്കിലും നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇതിൻ്റെ എമൗണ്ട് വരുന്നത് 34.85 യൂറോ, അതായത് 34 യൂറോ 85 സെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം എന്ന് പറയുന്നത്, നമുക്കിപ്പം ആക്സിഡൻ്റൽ ഡെത്ത് ഉണ്ടാവാതിരിക്കട്ടെ 5,000 യൂറോ ആണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റണത്. ഇനി 100% നമുക്ക് പെർമനൻറ്റ് ഡിസബിലിറ്റി ഉണ്ടായെന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ 15,000 യൂറോയും 100% ഇല്ലാതെ ഡിസബിലിറ്റി എന്തെങ്കിലും ആണെങ്കിൽ 5,000 യൂറോ. ഇനി ഞാൻ പറഞ്ഞല്ലോ പാർട്ട് ടൈം ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ബോൺ ഫ്രാക്ചർ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് 500 യൂറോ ക്ലെയിം ചെയ്തെടുക്കാം. ഇപ്പം സ്റ്റുഡൻസിന് എങ്ങനെ വന്നാലും നമുക്ക് പെയ്ഡ് ആയിരിക്കില്ല. ഇപ്പോൾ സിക്ക് ലീവ് ആണെങ്കിൽ എന്ത് ലീവ് എടുത്താലും എംപ്ലോയീസിൻ്റെ, അതായത് കോൺട്രാക്റ്റ് ഉള്ളവരുടെ ബെനിഫിറ്റ് ഒന്നും നമുക്ക് കിട്ടത്തില്ല. നമുക്ക് സിക്കായി അതിന് അവർ പേ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ബോൺ ഫ്രാക്ചറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 500 യൂറോ ക്ലെയിം ചെയ്തെടുക്കാവുന്നതാണ്. സ്റ്റുഡൻസിന് ലീവ് കിട്ടുന്നത് വിത്തൗട്ട് പേയ്മെൻ്റ് ആയിരിക്കും. ഇൻ കേസ് നമ്മൾ ഒരു മാസമൊക്കെ ഹോളിഡേക്ക് പോയാലും അത് വിത്തൗട്ട് പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ആക്സിഡൻ്റൽ ഇൻഷുറൻസിൻ്റെത്. പിന്നെ സ്റ്റുഡൻസിൻ്റെ മറ്റ് ഇൻഷുറൻസ് ഞാൻ പറഞ്ഞല്ലോ 30,000 യൂറോ ആണ് കവറേജ് വരുന്നത്. അതിനകത്ത് ആക്സിഡൻറ്റ് ഉൾപ്പെടത്തില്ല എന്നാണ് അവർ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതും നമുക്ക് ഈ സ്റ്റുഡൻറ്റ് ഇൻഷുറൻസിൻ്റെ ഈ 160 യൂറോയുടെ നമുക്ക് സ്ലൊവേനിയയുടെ ഈ ബോർഡറിങ് കൺട്രീസ് ഉണ്ടല്ലോ, അതായത് ഇറ്റലി, ഓസ്ട്രിയ, ഹംഗറി, അങ്ങനെ 2, 3, 4, 5 കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അതായത് സ്ലൊവേനിയയായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്ന കൺട്രീസിൽ പോയാലും നമുക്ക് ഇത് ക്ലെയിം ചെയ്തെടുക്കാം. അതൊക്കെ എനിക്ക് ഇൻഷുറൻസ് ഓഫീസിൽ ഇരുന്ന ഒരു അമ്മച്ചി പറഞ്ഞു തന്നെ കേട്ടോ. അതൊരു പാവ അമ്മച്ചിയായിരുന്നു, എനിക്കെല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ എല്ലാം അങ്ങ് ചോദിച്ചു, എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ചു. അപ്പം ഇൻഷുറൻസ് എടുക്കാത്തവരൊക്കെ പെട്ടെന്ന് പോയി എടുത്തു കേട്ടോ. ഇൻഷുറൻസ് സിക്കാണ്, നമുക്കത് യാദൃച്ഛികമായി വരുന്നതാണ്. സോ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ. പിന്നെ നമ്മൾ ഇപ്പം എന്നെപ്പോലുള്ളവരാണെങ്കിൽ കയ്യിൽ നിന്ന് പോയില്ലെന്ന് കരുതി പോവാതിരിക്കും. അതുകൊണ്ട് ഇൻഷുറൻസ് എടുത്താൽ പോയി കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. കുറേ നാൾക്ക് ശേഷം വീഡിയോ ചെയ്യുന്നതാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിരുന്ന വീഡിയോ ഒന്നും അല്ല. ഇവൻ പ്രിപ്പയർ ചെയ്താലും ചില സമയത്ത് എന്നെ കൊണ്ട് പറ്റൂല. ഇത്രയും നേരം സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് വല്ലാത്തൊരു സഫോക്കേഷൻ ഫീൽ ചെയ്യണം. കാരണം ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എന്താ എനിക്കറിയത്തില്ല, ഇപ്പം സംസാരിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയണം, അല്ലെങ്കിൽ അങ്ങനത്തെ വീഡിയോസ് ചെയ്യണം എന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോ കേട്ടോ. നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഞാൻ വീഡിയോസായിട്ട് ചെയ്യാം. സമയം കണ്ടെത്തി ചെയ്യാൻ നോക്കാം കേട്ടോ. വർക്ക് ഉണ്ട്, ക്ലാസ് ഉണ്ട്, ഇപ്പോൾ എക്സാം ടൈമാണ് നടക്കുന്നത്. സോ
കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണം എന്നാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് ഞാൻ ചെയ്യാം. സോ കമൻറ്റ് ഇടുക. എല്ലാവർക്കും ഉപകാരമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്തെടുക്കുകയാണെങ്കിൽ ചെയ്ത് കൊടുത്തോട്ടോ. അപ്പം എന്താ, അത്രേ ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ചെയ്യുക. എന്താ, ബൈ ബൈ.